ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വെർമിസെല്ലി കപ്പാണ് ഉണ്ടാക്കിയത്. എളുപ്പത്തിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. നല്ല നേരിയ ടൈപ്പിലുള്ള വെർമിസെല്ലിയാണ് എടുത്തത്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നല്ല നൈസായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നല്ലപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഹാഫ് ടിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴഞ്ഞ് വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മളെ വെർമിസെല്ലി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റിയിട്ട് ഇതൊരു ഫ്ലവർ കപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ മോൾഡിലേക്ക് മാറ്റിയിട്ട് അതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വലുതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളനുസരിച്ചിട്ട് കപ്പ് എടുത്തിട്ട് അതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ സിലിക്കോണിൻ്റെ മോൾഡിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് ഇളകി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വലിയ ടൈപ്പാണ് നിങ്ങൾക്ക് ആക്കാൻ ആഗ്രഹമെങ്കിൽ ഞാനൊരു ഈദിൻ്റെ വ്ളോഗിൽ അത് വലിയൊരു കപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതാ നമ്മൾ എല്ലാ മോൾട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കിത് എടുക്കാം. കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നത്. നല്ല അടിപൊളി കപ്പായിട്ടുണ്ട്. നല്ല ഫ്ലവറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷേപ്പൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ഫുൾ സേമിയത്തിൻ്റെ മിക്സ് നമ്മൾ ഇതുപോലെ ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫില്ല് ചെയ്യാനുള്ള പുഡിങ് റെഡിയാക്കുന്നവരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് വെക്കാം. ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ നമ്മൾ പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി 1 ലിറ്റർ പാൽ നമ്മൾ തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കുന്ന ടൈമിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കോൺഫ്ലോർ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പാൽ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പാൽ തിളക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിന് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കളർ ആഡ് ചെയ്യുന്നത് പിങ്ക് ജെൽ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇത് ഓപ്ഷണലാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ടേസ്റ്റിന് വേണ്ടി. നമ്മൾ കോൺഫ്ലവർ ആകുമ്പോൾ വേഗം തന്നെ തിക്കാവും, അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതാ നമ്മളെ പുഡിങ് ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം. ഇതാ ഇപ്പം നല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള പുഡിങ് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഓരോ കപ്പിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോ വെർമിസെൽ ഫ്ലവറിലേക്കും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ ഫ്ലവറിലേക്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഓരോ സ്വീറ്റ് ബോൾസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ അതിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.